ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബീഫ് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതിലോട്ട് ഈ മസാലക്കൂട്ട് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു 4-5 വിസിലടിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ മതി. ബീഫ് നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇനി നമുക്കൊരു സവാളയും പിന്നെ ഒരു പിടി ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ബീഫിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി ആയിരിക്കും നല്ലത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിനി 2 അല്ലി വേപ്പിൻ്റെ ഇല കൂടെ ആഡ് ചെയ്യാം. ഇത്രയും ആഡ് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫ് വേവിച്ച് വെച്ചത്, ബീഫ് സ്റ്റൂ അടക്കം നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് മല്ലിയിലയാണ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് 1 പിടി മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്കിത് റോസ്റ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിപ്പോൾ ഇത്ര പരുവം മതി. നമ്മുടെ ബീഫ് കറി ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്ര ആക്കി എടുക്കണുള്ളൂ. ഇനി നന്നായിട്ട് റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിലുള്ള വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ബീഫിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീഫ് കറി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ബീഫ് കറി റെസിപ്പിയാണ്. നമുക്കിനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.